മേഘ, അങ്ങനെ തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളായിരുന്നു മാനസ് പങ്കുവെക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ച കാര്യവും അതുതന്നെയായിരുന്നു. വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ. ഇങ്ങനെയൊക്കെയാണ് മലബാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ശ്രീനിധി, രണ്ടാം ഘട്ടമായാണ് മലബാർ മേഖലയിലെ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. നേരത്തെ ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് LDF ഇത്തവണ വോട്ട് തേടുന്നത്. ചൂണ്ടിക്കാണിക്കാൻ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്നത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ LDF ഭരിച്ച കോർപ്പറേഷൻ ഇത്തവണ കൂടുതൽ സീറ്റുകളോടുകൂടി പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. പാലക്കാട് മുതൽ കാസർഗോഡ് ഇങ്ങോട്ട് 2 കോർപ്പറേഷനാണുള്ളത്. അതിൽ കണ്ണൂർ കോർപ്പറേഷനാണ് മറ്റൊന്ന്. കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ ഏത് വിധേനയും തിരിച്ചുപിടിക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDFന്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ നാളെ LDFന്റെ പ്രചാരണത്തിന് ആവേശം പകർന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നുണ്ട്. രാവിലെ പതിവ് പോലെ വാർത്താ സമ്മേളനം, വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്താണ് LDFന്റെ റാലി നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 മണിയോടുകൂടി റാലി ഉദ്ഘാടനം ചെയ്യും. അതുകൊണ്ട് വലിയ ആവേശത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ LDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ തന്നെയും ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തവണ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും, അതിനൊപ്പം തന്നെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ വലിയ വിജയം നേടാൻ കഴിയുമെന്ന് തന്നെയാണ്. പക്ഷേ വലിയ തലവേദന എന്നത് മലബാർ മേഖലയിൽ നമുക്കറിയാം, വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം വലിയ തലവേദനയാണ് UDFന് ഉണ്ടാക്കുന്നത്. നേരത്തെ രഹസ്യമായ സഖ്യമാണെങ്കിലും ഇത്തവണ പരസ്യമായി തന്നെ വെൽഫെയറുമായി സീറ്റുകൾ പങ്കിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സമസ്ത ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വലിയ എതിരഭിപ്രായം തന്നെയാണ് ഈ കൂട്ടുകെട്ടിനെതിരെ സമസ്ത മേഖലയിൽ നിന്നും ഉയരുന്നത്. അതിനൊപ്പം തന്നെ വിമത പ്രശ്നം, കൊടുവള്ളിയിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ വിമതർ UDFന് തലവേദനയാകുന്നുണ്ട്. വിമതരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെ പറയുമ്പോഴും വലിയ തരത്തിൽ വിമതശല്യം തന്നെയാണ് UDFനെ അലട്ടുന്നത്. അതേ രീതിയിൽ തന്നെയാണ് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവും കോർപ്പറേഷനിൽ എന്ന അവകാശവാദമൊക്കെ തന്നെയും കോഴിക്കോട് ഉന്നയിക്കുന്നുണ്ടെങ്കിലും BJPക്ക് തലവേദനയാകുന്നത് കേരളത്തോടുള്ള സമീപനം തന്നെയാണ്. ഏതായാലും രണ്ടാം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും വലിയ ആവേശം തന്നെയാണ് മലബാർ മേഖലയിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. ശ്രീനിധി, തീർച്ചയായും മേഘ പറഞ്ഞതുപോലെ തന്നെ നാളെ ഇനി മുഖ്യമന്ത്രി കോഴിക്കോട് എത്തുന്നതോടുകൂടി സ്ഥാനാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അണികൾക്കും വലിയ ആത്മവിശ്വാസം തന്നെ ആയിരിക്കുമെന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് LDF സ്ഥാനാർത്ഥികൾ വികസനം പറഞ്ഞ് വോട്ട് തേടുമ്പോൾ UDF സ്ഥാനാർത്ഥികൾ വിമതശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാഴ്ചയാണ്. മേഘ, അത് തന്നെയാണ് ശ്രീനിധി. അതായത് നമുക്കറിയാം, കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി ആത്മവിശ്വാസത്തോടു കൂടി LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്ക് മുമ്പിൽ എത്താൻ സാധിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ LDFനെ സംബന്ധിച്ച്. അപ്പോഴും UDF ഒരു തരത്തിലുള്ള അഴിമതിയും സർക്കാരിനെതിരെ ഇതുവരെയും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല. പല പ്രശ്നങ്ങൾ അതിനൊപ്പം തന്നെ UDFന് തലവേദനയാകുന്നു. UDFനുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ അത് തന്നെ വിമത പ്രശ്നം എന്ന് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. വിമത പ്രശ്നം ഇതിനു മുൻപേയും ഉണ്ടായിട്ടുണ്ട് എന്ന് UDF പറയുമ്പോഴും ഇതുവരെ ഇല്ലാത്ത തരത്തിലാണ് UDFനുള്ളിലെ തന്നെ പടലപ്പിണക്കങ്ങൾ വിമതരായി മാറിക്കൊണ്ട് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. അത് വലിയ തലവേദന UDF സൃഷ്ടിക്കുന്നുണ്ട്. പല ചർച്ചകളും നടത്തി വിമതരെ മാറ്റാനുള്ള അല്ലെങ്കിൽ വിമതരെ ഒഴിഞ്ഞു പോകാനുള്ള നീക്കമൊക്കെ തന്നെയും UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കൊടുവള്ളി നഗരസഭയിൽ പോലും അതിന് UDFന് സാധിച്ചില്ല. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ മലപ്പുറത്തും ഉൾപ്പെടെ പ്രകടമാണ്. പലയിടങ്ങളിലായി UDFന് തലവേദനയായി വിമതർ നിൽക്കുന്നു എന്നത്. അത് വലിയ തിരിച്ചടിയാകും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് UDFന്റെ ഭാഗമുള്ളത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നേരത്തെ ഈ മേയർ സ്ഥാനാർത്ഥിയെ മുൻപോട്ട് വെച്ചത് VM വിനുവിനെ ആയിരുന്നു. എന്നാൽ VM വിനുവിന് വോട്ടുണ്ടായിരുന്നില്ല. അതുൾപ്പെടെ വലിയ പ്രശ്നം, ഒരു മുന്നൊരുക്കവും കൂടാതെയാണ് UDF ഈ തിരഞ്ഞെടുപ്പ് നേരിട്ടത് എന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെ ജനങ്ങൾ പരാതി പറയുന്ന സാഹചര്യം ഒക്കെ തന്നെയുമുണ്ട്. അതിനിടയിലാണ് വലിയ തരത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് UDFന് തലവേദന സൃഷ്ടിക്കുന്നത്. ഇതെല്ലാം വലിയ ആത്മവിശ്വാസമാണ് LDFന് പകരുന്നത്. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി വികസനം മുൻപോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.